ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം അതാണ് പെസഹാവേഴം. പെസഹാവേഴത്തിൻ്റെ എല്ലാ അനുഗ്രഹവും കൃപകളും നന്മകളും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഈ ദിവസത്തെ സമർപ്പിക്കാം. യേശു സ്ഥാപിക്കുകയാണ് 2 അതിപ്രധാന കൂദാശകൾ: വിശുദ്ധ കുർബാന, പൗരോഹിത്യം. യേശു സൂചന നൽകുകയാണ് കുമ്പസാരം. ഈ 3 കൂദാശകളും സംയോജിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പെസഹാ വ്യാഴാഴ്ച. അതിനാൽ നമുക്ക് ഈ കൃപകളുടെ അഭിഷേകം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളിലും പെസഹാ വേഴത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും പെസഹാ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. നമുക്കറിയാം, മൗണ്ടി തേഴ്സ്ഡേ, മൗണ്ടി അത് കൽപ്പന, കമാൻമെൻറ്റ്, ഉടമ്പടി, ഇതിനെയൊക്കെ സൂചിപ്പിക്കുകയാണ്. 3 ഇടങ്ങളിലാണ് ഇത് ഈശോ ചെയ്യാൻ പറയുന്നത് നമ്മളോട് ഈ ദിവസം. ഒന്ന്, സമാന്തര സുവിശേഷമനുസരിച്ച് അവൻ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. 19-ാമത്തെ വചനം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. രണ്ടാമത് ഈശോ പറയുന്നത്, നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുക. രണ്ടാമത് ഈശോ ചെയ്യാൻ പറയുന്ന കാര്യം. മൂന്നാമത് ഈശോ പറയുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകി, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. 3 കാര്യങ്ങളാണ് ഈശോ ചെയ്യാൻ പറയുന്നത്. ഒന്ന്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക, വിശുദ്ധ കുർബാന. ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം കാല് കഴുകുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, സമാന്തര സുവിശേഷമനുസരിച്ച് നമുക്കറിയാം, യേശു പെസഹ വിരുന്നാണ് യേശു തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പെസഹ വിരുന്നിന് 4 ദിവസം മുമ്പ്, എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ 10-ാം തീയതി, നിസാൻ കലണ്ടർ അനുസരിച്ച് 10-ാം തീയതി എന്നാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, അത് തിരഞ്ഞെടുക്കുന്നത് 10-ാം തീയതിയാണ്. നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഓശാനയിൽ തിരഞ്ഞെടുക്കുന്നു. എന്തിനെ? യേശു കുഞ്ഞാടിനെ യഹൂദർ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ പെസഹാക്ക് തിരഞ്ഞെടുക്കുന്നത് ഓശാനയിലാണ്. ഇനി 4 ദിവസം എന്തിനാണ്? 4 ദിവസം ഈ കുഞ്ഞാടിനെ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ പരിസരത്ത് കെട്ടിയിടും. ജെറുസലേം നല്ലൊരു ഈശോ പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ വാങ്ങിക്കുക. അപ്പോൾ ഈ കുഞ്ഞാടിനെ കൊണ്ടുപോയി കെട്ടിയിടും. ഈ കുഞ്ഞാടിൻ്റെ പ്രത്യേകത എന്താ? അത് ഊനമറ്റതായിരിക്കണം, ഒരു കേടും ഉണ്ടാകരുത്. ഈ 4 ദിവസം എന്തിനാണ് ഈ കുഞ്ഞാടിനെ കെട്ടിയിടുന്നത്? നമുക്ക് കാണാൻ പറ്റും പുറപ്പാട് 12 എന്തിനാണ്? ഇതിനൊരു കുറവും ഉണ്ടാകരുത്. ഇതിന് ചതവോ മുറിവോ ഒടിവോ ഒന്നും ഈ കുഞ്ഞാടിനുണ്ടാകരുത്. ഇതാണ് ഈ 4 ദിവസം. അത് കഴിഞ്ഞ് പെസഹ വിരുന്നാണ്. അപ്പോൾ യോഹന്നാൻ്റെ സമാന്തര സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്ക അനുസരിച്ച് യേശു അവിടെ തൻ്റെ കാൽവരിയിൽ യാഥാർത്ഥ്യമാകേണ്ട ബലി സ്ഥാപിക്കുകയാണ് പെസഹായ്ക്ക്. നമുക്കറിയാം, 4 ദിവസം, ഈ 4 ദിവസം നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്താണ് 4 ദിവസം? എന്തിനാണ് ഈ കുഞ്ഞാടിനെ കെട്ടിയിടുന്നത്? പുരോഹിതന്മാർ പരിശോധിക്കും, എന്തെങ്കിലും കുറവുണ്ടോ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിക്കും, ഈ ആട് ബലിയർപ്പിക്കാൻ യോഗ്യമാണോ, ചതവോ ഒടിവോ ഒന്നും ഉണ്ടാകരുത്. ഈ 4 ഇടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കണ്ടേ? യേശുവിൻ്റെ പീഡാസഹന വേളയിൽ 4 കോടതികളിൽ മാറി മാറി യേശുവിനെ വിചാരണ ചെയ്യുന്നുണ്ട്. ഈ വിചാരണയിൽ ഒരു കാര്യം വരുന്നുണ്ട്. എന്താണെന്നറിയാവോ? ഇവനിൽ ഒരു കുറവും ഞങ്ങൾ കാണുന്നില്ല. കണ്ടോ? ഒരു കുറവും കാണുന്നില്ല, ഒരു കുറവുമില്ല. ഇതാണ്
ആദ്യം ഓർക്കേണ്ടത്, അതിലൊരു കുറവ് ഉണ്ടാകാൻ പാടില്ല. ഒരു കുറവും ആ കുഞ്ഞാടിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് 4 കോടതികൾ മാറി മാറി യേശുവിനെ വിചാരണ ചെയ്യുമ്പോൾ ഒരു വാക്യം ശ്രദ്ധിക്കുക: ഇവനിൽ ഒരു കുറ്റവും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, ഇവനിൽ ഒരു കുറ്റം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതായിരിക്കണം ഒരു കുഞ്ഞാടിൻ്റെ ലക്ഷണം. ഒരു കുറവും ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് ഒരു കുറവുമില്ലാത്ത ബലിവസ്തുവാണ്. 2, ഇനി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം നമ്മളിങ്ങനെയാണ്: ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. എന്ന് വെച്ചാൽ യേശു അറിയാതെ യേശുവിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. 2-ാമത്തെ കാര്യം ഇതാണ്: ലോകത്തിൽ തനിക്കുള്ളവരെ അവൻ സ്നേഹിച്ചു. അനന്തരം സമയത്ത് പിശാച് ശിമോൻ പത്രോസ് യൂദാസ് ഇസ്കറിയോത്തയെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പ്രേരിപ്പിച്ചു. അടുത്ത വചനം, 3-ാമത്തെ വചനം: പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. ആ വചനം ശ്രദ്ധിച്ചേ. ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലേക്ക് പോകുന്നു. എന്താ ഈ 2 കാര്യങ്ങൾ? 1 ഇൻകാർണേഷൻ, 2 അസെൻഷൻ. എന്ന് വെച്ചാൽ 1 യേശുവിൻ്റെ ജനനം, 2 യേശുവിൻ്റെ കടന്നുപോക്കൽ, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം യേശുവിൻ്റെ പുനരുദ്ധാനം. കണ്ടോ, ആ വചനോടെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പ്രാധാന്യം കൊടുക്കുന്നത് യേശു സെഹ്യോനൂട്ടുശാലയിൽ ചെയ്ത 2-ാമത്തെ പ്രവൃത്തിക്കാണ്. 1-ാമത്തെ പ്രവൃത്തിക്ക് മറ്റ് സമാന്തര സുവിശേഷങ്ങൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞു. അപ്പം എടുത്തു പറഞ്ഞു, ഇത് ശരീരമാണ്. പാനപാത്രം എടുത്തു പറഞ്ഞു, ഇത് രക്തമാണ്. എന്നിട്ട് യേശു പറഞ്ഞു, ഇത് ഓർമ്മയ്ക്കായി ചെയ്യുക. അപ്പം എന്താണത്? അത് ബലിയാണ്. ബലി യേശു സ്ഥാപിച്ചു. എന്താണ് ബലി? ബലി സ്ഥാപിച്ചു. അപ്പോൾ ആദ്യത്തെ കൂദാശ, വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. ഇതെടുത്ത് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. പാനപാത്രം എടുത്ത് പറഞ്ഞു, രക്തമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുമ്പോൾ എന്താണ് പുരോഹിതൻ ചെയ്തിരുന്നത്? ഒരു കുഞ്ഞാടിനെ ബലിപീഠത്തിൽ വെച്ച് അതിൻ്റെ കഴുത്തറുത്ത് അതിൻ്റെ രക്തം മുഴുവനും ആ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. എന്നിട്ട് മാംസം എടുക്കണം. എന്ന് വെച്ചാൽ ബലി എന്ന് പറയുന്നത് മാംസത്തിൽ നിന്ന് രക്തം സെപ്പറേറ്റ് ആകുന്നതാണ് ബലി. മാംസത്തിൽ നിന്ന് രക്തം സെപ്പറേറ്റ് ആകുന്നു, അതാണ് ബലി. ഈ മാംസം കൊണ്ടുപോകുന്നു, അത് ഭക്ഷിക്കുന്നു. ശ്രദ്ധിക്കുക, മാംസത്തിൽ നിന്ന് രക്തം സെപ്പറേറ്റ് ആകുന്നു. ആദ്യം അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് മൈ ബോഡി. അതിൻ്റെ അർത്ഥം എന്താ? അതിൽ രക്തമില്ല. അതിനുശേഷം പാനപാത്രം എടുത്തിട്ട് ഇത് രക്തമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്തു. രക്തത്തെ മാംസത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. അതാണ് വിശുദ്ധ കുർബാന. ഇതാണ് കാൽവരിയിൽ. ഇനി കാൽവരിയിലേക്ക് പോവുക. അപ്പോൾ പടയാളി കുന്തം കൊണ്ട് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. കണ്ടോ, രക്തവും വെള്ളം എന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിൽ ഇനി എന്തില്ല? രക്തമില്ല. അപ്പോൾ ഇതാണ് ഒരു കാര്യം. അപ്പോൾ യേശു ഇത് സ്ഥാപിച്ചു, വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇനി അടുത്തത് യേശു എന്ത് ചെയ്തു? യേശു ഇതാ മേലങ്കി എല്ലാം മാറ്റി അരക്കച്ച എന്തിൻ്റെ അടയാളമാണ്? അരക്കച്ച, പ്രിയപ്പെട്ടവരെ, ഒരടിമയുടെ വേഷമാണ്. അടിമയുടെ വേഷം എന്ന് വെച്ചാൽ യേശു താൻ തന്നെയാണ് പരിഹാര ബലി, താൻ തന്നെയാണ് മനുഷ്യ പാപം വഴി അടിമയായ മനുഷ്യന് പരിഹാരമാകുന്നത് എന്ന് യേശു സൂചിപ്പിക്കുകയാണ്. ഇനി എന്താ ചെയ്തത്? യേശു അത് അരയിൽ ചുറ്റി. നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ എല്ലാം യോഹന്നാൻ കൊണ്ടുവരുന്നുണ്ട്. താൻ പിതാവിലേക്ക് വന്നു, പിതാവിൽ നിന്ന് പോകാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കി യേശു എഴുന്നേറ്റു. എവിടെ? ഇരുന്നടുത്തുനിന്ന് എഴുന്നേറ്റു. അതിനെ എന്താണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്? സഭാപിതാക്കന്മാർ പറയുകയാണ്, ഇരുന്നടുത്തുനിന്ന് എഴുന്നേറ്റു എന്നതിനർത്ഥം അവൻ ദൈവ മകൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ എഴുന്നേറ്റു. എന്നിട്ട് അരക്കച്ച കെട്ടി എന്നതിനർത്ഥം അവൻ ഇതാ അടിമയായിട്ട് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മാറി. എന്നിട്ട് അവൻ വരികയാണ്. അവൻ എവിടെ വരുന്നു? അവൻ വരുന്നത് ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ. അവൻ നിലത്തിരിക്കുക. കാല് കഴുകാനിരുന്നപ്പോൾ പത്രോസിൻ്റെ അടുത്തെത്തിയപ്പോൾ പത്രോസ് ഒരു കാര്യം പറഞ്ഞു, അങ്ങ് എൻ്റെ കാല് കഴുകല്ലേ, അങ്ങ് കാല് കഴുകരുത്. അപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസേ, ഞാൻ നിൻ്റെ കാല് കഴുകുന്നില്ലെങ്കിൽ നിനക്ക് പങ്കില്ല. ഇതെന്താ പങ്ക്? ഈ പങ്കെന്താ? ഇവിടെയാണ് പൗരോഹിത്യം വരുന്നത്. പൗരോഹിത്യം വരുന്നത് എന്താ? നിയമാവർത്തന പുസ്തകം 18:1 അവിടെ നമ്മളൊരു വചനം വായിക്കുന്നു. പുരോഹിത ഗോത്രമായ ലേവിക്ക് ഇസ്രായേലിൻ്റെ മറ്റ് ഗോത്രങ്ങളെപ്പോലെ ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല. കർത്താവിൻ്റെ ദഹനബലികളും അവിടുത്തെ അവകാശവുമായിരിക്കും അവരുടെ ഓഹരി. എന്ന് വെച്ചാൽ സഹോദരന്മാർക്കിടയിൽ അവർക്ക് ഓഹരി ഉണ്ടാവുകയില്ല. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്ന് തന്നെയായിരിക്കും അവരുടെ ഓഹരി. ഇപ്പം മനസ്സിലായോ? പത്രോസിനോട് പറയുകയാണ്, നിനക്ക് എന്നോടൊപ്പം പങ്കില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഓഹരി. അപ്പോൾ എന്താ? പൗരോഹിത്യത്തിൻ്റെ ഓഹരി. യഹൂദ ലേവി ഗോത്രത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ആ നാട്ടിൽ ഓഹരിയില്ല, നിങ്ങൾക്ക് ഓഹരിയില്ല. നിങ്ങളുടെ ഓഹരി എന്താ? നിങ്ങളുടെ ഓഹരി ഞാനാണ്, കർത്താവാണ്. നിങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ ഓഹരി, ലേവി ഗോത്രത്തിൻ്റെ ഓഹരി കർത്താവാണ്.
ഇപ്പം പത്രോസിനോട് പറയുകയാണ്, ദേ എൻ്റെ ഈ പൗരോഹിത്യത്തിൽ നിനക്ക് പങ്കില്ല, ഞാൻ കഴുകുന്നില്ലെങ്കിൽ ഇതാണ് പൗരോഹിത്യത്തിൽ പങ്ക് കിട്ടുകയാണ്, അതാണ് ഓഹരി, നിനക്ക് പങ്കില്ല, അതാണ് പങ്കില്ല. എന്നിട്ട് യേശു എന്ത് ചെയ്തു? എന്നിട്ട് യേശു കാല് കഴുകുവാൻ ചെല്ലുമ്പോൾ പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, അങ്കിൽ കാല് മാത്രമല്ല മുഴുവനും കഴുകണം. അപ്പോൾ ഈശോ പറഞ്ഞു, കുളി കഴിഞ്ഞു, നിൻ്റെ കുളി കഴിഞ്ഞതാണ്, ഇനി കാല് മതി. എന്താ കുളി? ദാറ്റ് മീൻസ് ബാപ്റ്റിസം. നിൻ്റെ ജ്ഞാനസ്നാനം കഴിഞ്ഞു അല്ലേ? നമുക്കറിയാം ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ് കുമ്പസാരം, ഇനി കാല് മാത്രം കഴിയാൽ മതി. എന്ന് വെച്ചാൽ സഭാപിതാക്കന്മാർ പറയുകയാണ്, ആ കാല് കഴുകൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ്, അത് കുമ്പസാരത്തെ സൂചിപ്പിക്കുന്നു. കണ്ടോ, എല്ലാ കൂദാശകളും ഒരുമിക്കുന്ന ഇടം കണ്ടോ, എത്ര കൃത്യതയോടെയാണ് വിശുദ്ധ കുർബാന, പൗരോഹിത്യം, ഇതാ കുമ്പസാരം, 3 കൂദാശകൾ ഒരുമിപ്പിക്കുന്നു. കുളി കഴിഞ്ഞു, മാമോദിസ ഒരുമിച്ചു. കണ്ടോ എത്ര കൃത്യതയോടെ കൂദാശകൾ ഒരുമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം കൊണ്ടുവന്ന് സ്ഥാപിക്കുക യേശു, എല്ലാം കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് യേശു. കണ്ടോ, എല്ലാ കൂദാശകളും ഒരുമിച്ച് വരുന്നത് കണ്ടോ, എല്ലാ കൂദാശകളും ഒരുമിച്ച് എത്തുന്നു. അവിടെ എല്ലാ കൂദാശകളും എത്തുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 4 കൂദാശകൾ ഒരുമിച്ച് വരികയാണ് അവിടെ. ഇതാ അപ്പം മുറിക്കൽ വരുന്നു, വിശുദ്ധ കുർബാന, കാലുകഴുകൽ, അത് പൗരോഹിത്യത്തിൽ ഉള്ള ഓഹരിയാണ് എന്ന് പറയുമ്പോൾ പൗരോഹിത്യത്തിലേക്കാണ്. പൗരോഹിത്യത്തിൻ്റെ ഓഹരി ആർക്ക് നൽകുന്നു? പത്രോസിന് നൽകുന്നു. കാല് കഴുകൽ സഭാപിതാക്കന്മാർ കുമ്പസാരം സൂചിപ്പിക്കുന്നു, കുളി കഴിഞ്ഞു മാമോസയെ സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ യേശു നമ്മളോട് കൂടെ ആയിരിക്കുക. യേശുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മുടെ കൂടെ ആയിരിക്കുക. ഇതാണ് പെസഹായിൽ വെളിപ്പെടുന്ന ഏറ്റവും വലിയ. ഇതാ, അവിടുന്ന് അവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇതാണ് ഇനി യേശുവിൻ്റെ ആഗ്രഹം എന്താ? കൂടെ ആയിരിക്കണം. ഇനി കൂടെ ആയിരിക്കണം. ഈശോയുടെ ആഗ്രഹം ഇതാ, ഒറ്റയ്ക്കല്ല, നമ്മളാരും ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും, നിങ്ങളിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കുമെന്ന വാഗ്ദാനം അവന് പൂർത്തിയാക്കണം, അതിനപ്പമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുർബാനയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതാണ്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് ഈശോ പറയുന്നില്ലേ, ഈ പെസഹ ഭക്ഷിക്കാൻ അതിയായി ഞാൻ ആഗ്രഹിച്ചു. കണ്ടോ, അതിയായി ഞാൻ ആഗ്രഹിച്ചു. ഏറ്റവും വലിയ ആഗ്രഹം പറയുക, ഏറ്റവും വലിയ ആഗ്രഹം. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലേ, ഏത് വ്യക്തിക്ക് ഒരു ആഗ്രഹം പറയും. എന്താ ആഗ്രഹം? അവസാനത്തെ ആഗ്രഹമുണ്ട്, അവസാനത്തിലെ ആഗ്രഹങ്ങളുണ്ട്. ഈശോയുടെ അവസാനത്തെ ആഗ്രഹം വരിക, ഇത് ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. കാരണം ഈശോ എന്താ ചെയ്യണമെന്ന് പറയുന്നില്ല. എവിടെ പെസഹ ഒരുക്കണമെന്ന് പറയുമ്പോൾ ഈശോ 2 പേരെ അയച്ചിട്ട് പറയുന്നു, പെസഹ ഒരുക്കാനാണെന്നും പറയുന്നില്ല. മറിച്ച് അർത്ഥം എന്താ? യേശുവിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഈ പെസഹയ്ക്ക് മുമ്പ് തന്നെ അവർ പിടിക്കരുത്. ഈ പെസഹയ്ക്ക് മുമ്പ് താൻ തൻ്റെ കൊലയാളികളുടെ കയ്യിൽ പെടരുത്. ഈ പെസഹ നടക്കണം, ഈ പെസഹ നടത്തണം, ഈ പെസഹയിലൂടെ താൻ കടന്നു പോകണം. എൻ്റെ മക്കൾക്ക് വേണ്ടി ഈ ദിവസം ഇതിലൂടെ കടന്നു പോയേ പറ്റൂ. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അവരാരും ഒറ്റയ്ക്കാകരുത്. ഇതാണ് ഈശോയുടെ ആഗ്രഹം. അതുകൊണ്ട് ഈശോ പറയുന്ന വാക്ക് ശ്രദ്ധിക്ക്, ഇത് നിങ്ങളോടൊപ്പം ഭക്ഷിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സ്വരം കേൾക്കുന്ന ദിവസമാകണം പെസഹ. ഇത് നിങ്ങളോടൊപ്പം ഭക്ഷിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു. എന്തിനാണെന്നറിയാവോ? എന്തെങ്കിലും അവന് കിട്ടാനല്ല, അവനുള്ളതെല്ലാം തരികയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന നമുക്ക് നൽകി. എന്തിനാണെന്നറിയാവോ? നമ്മുടെ കൂടെ വസിക്കാൻ. ഇസ്രായേൽ ജനം അഭിമാനിച്ചില്ലേ? നമ്മൾ വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവം നമ്മുടെ സമീപത്തുള്ളതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ജനതയാണുള്ളത്? ഇസ്രായേൽ ജനം അഭിമാനിച്ചില്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തെ അറിഞ്ഞത് മേഘസ്തംഭത്തിലും അല്ലെങ്കിൽ മരുഭൂമിയിൽ മന്നയിലും അല്ലെങ്കിൽ പാറയിൽ നിന്നൊഴുകിയ ജലത്തിലും ഒക്കെയാണെങ്കിൽ, വാഗ്ദാന പേടകത്തിലാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, മന്നയിലും വാഗ്ദാന പേടകത്തിലുമാണ് അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചതെങ്കിൽ നമ്മൾ ഓർക്കുക, നമ്മൾ കൈ നീട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ, നമ്മുടെ നാവിൽ അലിയാൻ പാകത്തിനെത്തുകയാണ് വിശുദ്ധ കുർബാന. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക. ഈ യേശു ഉണ്ട് നിൻ്റെ കൂടെ. നീ എവിടെ നിൽക്കുമ്പോഴും ഇനി യേശു ഉണ്ടാകുമെന്ന്, ഞാൻ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് അവൻ പൂർത്തിയാക്കുന്നത്. ഞാൻ യുഗാന്ത്യം വരെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് അവൻ ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് ഈ പെസഹായിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ചങ്കിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന ഇതാണ്: ദൈവമേ,
ഈ ഉറപ്പ് എൻ്റെ അനുദിന ജീവിതത്തിൽ ഞാൻ എവിടെയെല്ലാം നടക്കുന്നുവോ ഈ ഉറപ്പ് എനിക്കുണ്ടാകണമേ. അതിയായിട്ട് നമ്മൾ ആഗ്രഹിക്കണം കേട്ടോ. ഇത് നമ്മൾ അവഗണിക്കുകയാണ് ഈ കുർബാന. അതിയായിട്ടുള്ള ആഗ്രഹമുണ്ടോ? അതിയായിട്ടുള്ള ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവർ? അതിയായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അതിയായിട്ട് നമ്മൾ ആഗ്രഹിക്കണം ഈ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ. ഞാനൊരു സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹം ശാലോമിൽ ശുശ്രൂഷ ചെയ്യുന്ന സുരേഷ് എന്ന് പറയുന്നൊരു സഹോദരൻ, അതൊരു ഡ്രൈവറാണ്. അദ്ദേഹം പ്രിയപ്പെട്ടവരെ വർഷങ്ങൾ അദ്ദേഹം ഹിന്ദു മതവിശ്വാസിയായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം അദ്ദേഹം വിശ്വാസത്തിലേക്കൊക്കെ വന്നു. വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞ കണ്ണ് നനയിപ്പിക്കുന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അച്ചോ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു, ഞാൻ കുർബാനയ്ക്ക് പോകും, പക്ഷേ ഞാൻ അന്ന് മാമോസ് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കുർബാന കഴിഞ്ഞ് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ കഴിഞ്ഞ് ഞാൻ ആദ്യം പോകുന്നത് അടുത്തുള്ള ഏതെങ്കിലും മറവിലേക്ക്, ടോയ്ലറ്റിലേക്കാണ്. അവിടെ നിന്ന് ഞാൻ കരയും. കാരണം എനിക്ക് ഈ കുർബാന കിട്ടുന്നില്ല. ഇതെൻ്റെ വലിയ നാളത്തെ വേദനയായിരുന്നു. അദ്ദേഹം യേശുവിനെ അറിഞ്ഞു, യേശുവിൽ വിശ്വസിച്ചു, യേശുവിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് മാമോസ് സ്വീകരിക്കുവാൻ പറ്റിയില്ല. പിന്നെ നീണ്ട വർഷങ്ങളെടുത്തു മാമോസ് സ്വീകരിക്കുവാൻ. അപ്പം അദ്ദേഹം ഒരു യാത്രയിൽ എന്നോട് പങ്കുവച്ചതാണ്, അച്ചോ എൻ്റെ ഏറ്റവും വലിയ വേദനയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുക, അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഓരോരുത്തരുടെയും ആഗ്രഹമായിട്ട് നമുക്ക് അത്രയും തീവ്രമായ ബന്ധമായിട്ട് വിശുദ്ധ കുർബാന മാറണം. വിശുദ്ധ കുർബാന അത്രയും തീവ്രമായ ബന്ധമാകണം. വിശുദ്ധ കുർബാന തീവ്രമായ ആഗ്രഹമാകണം. അതാണ് ഈശോ ആഗ്രഹിച്ചത്. ഈശോ അത്രയും പാടുപെട്ടില്ല വേറെ ഒന്നിനു വേണ്ടിയും. കാനായിൽ വെള്ളം വീഞ്ഞാക്കാൻ അവൻ അത്രയും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അവൻ്റെ വാക്ക് പറഞ്ഞു, ലാസനെ ഉയർപ്പിക്കാൻ എഴുന്നേറ്റ് വരാം, അത്രേ പറഞ്ഞുള്ളൂ. എന്നാൽ അവന് കുർബാനയാകാൻ അവന് ദൈവത്തിന് മനുഷ്യനാകേണ്ടി വന്നു. കുർബാനയാകാൻ അവന് കാലിത്തൊഴുത്തിൽ കിടക്കേണ്ടി വന്നു. കുർബാനയാകാൻ അവന് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നടക്കേണ്ടി വന്നു. ആരോപണം ഏൽക്കേണ്ടി വന്നു. കുരിശിൻ്റെ വഴിയിൽ ഒരു മനുഷ്യനും കടന്നു പോകാൻ പറ്റാത്ത വേദനയിലൂടെ അവന് കടന്നു പോകേണ്ടി വന്നു. അവന് കുരിശിൽ കിടന്ന് ദൈവത്തെ നിലവിളിക്കേണ്ടി വന്നു. ഇതെല്ലാം ഇതുപോലെ ദാരുണമായ മരണം അവന് ഏറ്റെടുക്കേണ്ടി വന്നു. ഇതെല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടിയാ വിശുദ്ധ കുർബാനയാകാൻ. ഈ കുർബാനയെ ചേർത്ത് പിടിക്കുന്നതാകണം നമ്മുടെ ജീവിതം. 2, അവൻ നൽകുകയാ ഇല്ലേ. നമ്മൾ ഓർത്തു നോക്കുക, നമ്മളൊരു കാര്യം ഓർത്തു നോക്കുക. നമ്മൾ ഒരുപാട് കുറ്റം പറയുന്ന, വിമർശിക്കുന്ന ഒരു ഗണമാണ് പുരോഹിതർ. പക്ഷെ നമ്മൾ ഓർത്തു നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അല്ലേ. നമ്മൾ യേശുവിൽ ജനിക്കുന്നത് ഒരു പുരോഹിതൻ മാമോസ് മുക്കുന്നതിലൂടെയാണ്. മാമോസ് ആർക്കും നൽകാം, അല്ലെങ്കിൽ ഏത് അത്യാവശ്യ ഘട്ടത്തിൽ അൽമായർക്ക് പോലും മാമോസ് നൽകാം. പക്ഷേ മാമോദിസ മുക്കുന്ന ഒരു പുരോഹിതൻ, കുമ്പസാരിപ്പിക്കുന്നത് പുരോഹിതൻ, കുർബാന തരുന്നത് പുരോഹിതൻ, വിവാഹം ആശീർവദിക്കുന്നത് പുരോഹിതൻ, രോഗിലേപനം തരുന്നത് പുരോഹിതൻ. കണ്ടോ, നമ്മൾ യേശുവിൽ ജനിക്കുന്നത് മുതൽ നിത്യതയിലേക്ക് യാത്രയാകുന്നത് വരെ ഒരു പുരോഹിത കരമുണ്ട്. അത് നമുക്ക് തരികയാണ്. അത് യേശുവിൻ്റെ കരവാണ്. കാരണം അത് യേശുവിൻ്റെ കരവാണ്. ശരിയാണ്, കുറവുണ്ട്. യേശു വിളിച്ച ഈ 12 പുരോഹിതര്, ഈ 12 യേശു പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത ഈ 12 പേരിലാണെന്ന് ഓർക്കണം തള്ളിപ്പറഞ്ഞ പത്രോസ് ഉള്ളത്. ഈ 12 പേരിലാണെന്ന് ഓർക്കണം ഒറ്റിക്കൊടുത്ത യൂദാസ് ഉള്ളത്. 12 പേരിൽ 2 യേശു വിളിച്ചപ്പോൾ തെറ്റിയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷേ അത് അവൻ്റെ പൗരോഹിത്യമാണ്. എൻ്റെ പുരോഹിതർ എന്നാണ് സങ്കീർത്തനം പറയുന്നത്. എൻ്റെ അഭിഷിക്തര് ഓഹരി, പുരോഹിതൻ്റെ ഓഹരി ക്രിസ്തുവാണ്. അതുകൊണ്ട് ഓരോ പുരോഹിതരും ഈ ഓഹരി മാത്രം അവകാശമാക്കുക. ലോകത്തിൻ്റെ ഓഹരി വേണ്ട പുരോഹിതന്, ലോകത്തിൻ്റെ ഓഹരി ഒന്നും പുരോഹിതന് വേണ്ട. പുരോഹിതന് ക്രിസ്തു ഓഹരിയായിട്ട് മാറണം. ഇതാ ഈശോ പറയുക, പത്രോസേ ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ പങ്കില്ല. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ ഓഹരി. അതുകൊണ്ട് ഇന്ന് പൗരോഹിത്യം നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഇത് പുരോഹിതരുടെ തിരുനാളാണ്. പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നമ്മളവർക്ക് എത്രയോ പുരോഹിതരാണ് നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ആശ്വാസമായത്. എത്രയൊക്കെ പുരോഹിതരാണ് നമുക്ക് ആശീർവാദത്തിൻ്റെ കരങ്ങൾ തീർത്തത്. എത്രയോ പുരോഹിതരാണ് ഒരു കുറ്റപ്പെടുത്തൽ പോലും ഇല്ലാതെ നമ്മുടെ പാപം കേട്ടത്. പ്രിയപ്പെട്ടവരെ, അതിനാൽ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, നമ്മൾ ഓർക്കുക, ഒരുപാടിടങ്ങളിൽ പുരോഹിതരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നിസാര കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ചർച്ചയോ ഏതെങ്കിലും ഒരു കാര്യങ്ങളോ പുരോഹിതർ നന്മയെക്കുറിച്ച് പറയാൻ ഉണ്ടായിട്ടില്ല. അതുണ്ടാകണമെന്നല്ല, മറിച്ച് ഓർക്കേണ്ട കാര്യം, ചെറിയ കുറവുകൾ പോലും
ചെറിയ കുറവുകൾ പോലും എത്രയോ കൃത്യമായിട്ട് പുരോഹിതർ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് ഈശോ പറഞ്ഞു, പച്ചമരത്തിന് ഇതാണ് സംഭവിച്ചതെങ്കിൽ ഉണക്കമരത്തിന് എന്ത് തന്നെ സംഭവിക്കുകയില്ല. അപ്പോൾ പൗരോഹിത്യത്തിന് വേദനയുണ്ട്, പക്ഷെ പൗരോഹിത്യം ക്രിസ്തുവാണ് ഓഹരി. പൗരോഹിത്യത്തിൻ്റെ ഓഹരിയാണ് ക്രിസ്തു. അതിനാൽ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല ദൈവവിളികളുണ്ടാകണം, നല്ല പുരോഹിതരുണ്ടാകണം. ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് വചനം നൽകാൻ, നമുക്ക് കൂദാശകൾ നൽകുവാൻ, നമ്മളെ യേശുവിനും ദൈവത്തിനും ലോകത്തിനും ഇടയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ പ്രിയപ്പെട്ടവരെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഒരു കൃപ, അപ്പോൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദിവസം നമ്മളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ പുരോഹിതർ നമുക്ക് ദൈവം നൽകിയതാണ്, അല്ലേ? നമുക്ക് വേണ്ടി നൽകിയത്. അല്ലാതെ ഒരാൾക്ക് പട്ടം കൊടുക്കുന്നത് അയാൾക്ക് വേണ്ടിയല്ല. പട്ടം കൊടുക്കുന്നത് കൊണ്ട് അത് അയാൾക്ക് വേണ്ടിയല്ല. അത് പട്ടം കൊടുക്കുന്നത്, പണ്ട് പട്ടം കൊടുത്തിരുന്നത് ഓരോ ദേശത്തിൻ്റെ ആവശ്യമനുസരിച്ചായിരുന്നു. എന്ന് വെച്ചാൽ പട്ടം കൊടുക്കുന്നത് ദേശത്തിന് വേണ്ടിയാണ്, നാടിന് വേണ്ടിയാണ്, ജനത്തിന് വേണ്ടിയാണ് പട്ടം. പൗരോഹിത്യ പട്ടം ആ വ്യക്തിക്ക് വേണ്ടിയല്ല, അത് യേശുവിൻ്റെ കൂദാശകൾ യേശുവിനെ കൊടുക്കാനുള്ളൊരു വഴിയാണ്. അതിനാൽ പൗരോഹിത്യം നമുക്ക് വേണ്ടിയാണ്. പൗരോഹിത്യം എന്ന കൂദാശ, ആ കൂദാശയുടെ പ്രത്യേകത അത് നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. അതിനാൽ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പുരോഹിതരോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം 3 കാര്യങ്ങളാണ്. ഒന്ന് ഇത് ഓർമ്മയ്ക്കായി ചെയ്യുക. 2 ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശു സ്നേഹിച്ചതുപോലെ അവസാനം വരെ സ്നേഹിക്കാൻ, ബലിയായിക്കൊണ്ട് സ്നേഹിക്കാൻ നമ്മൾ അത് കണ്ടതാണ്. 3 ഈശോ പറയുകയാണ്, ഇത് ചെയ്യണം, ഇത് വേണം നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ. നിൻ്റെ ഗുരുവും നാഥനുമായ ഞാൻ ചെയ്ത ഈ കാര്യം നീ നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ചെയ്യണം. നീ എളിമപ്പെടണം, നീ കാല് കഴുകണം, നീ ഇത് ചെയ്യണം. ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, നാഥനാണ്, ഞാനിത് ചെയ്തെങ്കിൽ നീ ചെയ്യണം. ദാറ്റ് ഈസ് യുവർ ഐഡൻറ്റിറ്റി. അതാണ് നീയും ഞാനും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്നത്. നീ ചെയ്യണം. നീ എളിമപ്പെടുമ്പോൾ, നീ നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എളിമപ്പെടുമ്പോൾ, നീ നിൻ്റെ കുടുംബത്തിൽ എളിമപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട മകനെ മകളെ, നീ എൻ്റെ മനസ്സ് സ്വീകരിക്കുക. അതിനാൽ പ്രിയപ്പെട്ടവരെ നിലത്തിരിക്കുക, മറ്റവൻ്റെ കാല് പിടിക്കുക, അവൻ്റെ കാലിലെ ഈ ഭൂമിയിൽ നിന്ന് പറ്റിയതെല്ലാം കഴുകിക്കളയുക. എന്നിട്ട് ചുണ്ട് അത്രയും നേരം അവൻ ദിവ്യകാരുണ്യത്തെ ഉയർത്തി അവൻ്റെ കൈകൊണ്ട് അവൻ എടുത്തു കാല്. അവൻ ചുംബിച്ച ദിവ്യകാരുണ്യത്തിൽ നിന്ന് അവൻ മറ്റൊരാളുടെ കാലിനെ ചുംബിക്കുന്ന ആത്മീയതയിലേക്ക് അവൻ മാറി. ദിവ്യകാരുണ്യത്തെ ചുംബിച്ച ചുണ്ടുകൾ കൊണ്ട് മറ്റേയാളുടെ കാലിനെ ചുംബിക്കുന്ന ആത്മീയതയിലേക്ക് മാറുന്നതാണ് പെസഹ. ഇതാ മറ്റൊരാളുടെ കുറവ്, ആ കുറവിനെ നീ കയ്യിലെടുക്കുകയാണ്. ആ കുറവിനെ കയ്യിലെടുക്കുക, നിൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ്, അല്ലേ? ഈശോ പറഞ്ഞു കാല് മാത്രമേ ഉള്ളൂ, ആ കുറവ് ഇതാണ്, കാല് മാത്രമേ അശുദ്ധമായിട്ടുള്ളൂ. ആ കുറവിനെ കയ്യിലെടുക്കുകയാണ്. ആ കുറവിനെ കയ്യിലെടുത്തിട്ട് എത്ര സ്നേഹത്തോടെയാണ് അത് കഴുകുന്നത്, എത്ര സ്നേഹത്തോടെയാണ് അതിൽ ചുംബിക്കുന്നത്. നീ പള്ളിയിൽ ഇത് കാണുന്നുണ്ട്, പക്ഷെ അതല്ല, നിൻ്റെ ജീവിതത്തിൽ നീ ഇത് ചെയ്യണം. ജീവിത പങ്കാളിയുടെ കൂടെ നിൽക്കുന്നവരുടെ, ഒപ്പമുള്ളവരുടെ ആ കുറവിനെ കയ്യിലെടുത്ത് പ്രാർത്ഥനയിൽ വെച്ച്, കയ്യിലെടുക്കുക എന്നതിന് അർത്ഥം പ്രാർത്ഥനയിൽ വയ്ക്കുക, എന്നിട്ട് ചുംബിക്കുക, എന്നിട്ട് കഴുകുക എന്നതിനർത്ഥം അതിന് നീ പരിഹാരം ചെയ്യുക, കഴുകുക എന്നതിനർത്ഥം അതിനെ വിശുദ്ധീകരിക്കുക. എന്ന് വെച്ചാൽ മറ്റൊരാളുടെ കുറവിനെ നീ കൈകളിലെടുക്കുക, പ്രാർത്ഥനയുടെ കൈകളിൽ മറ്റൊരാളുടെ കുറവിനെ എടുക്കുക. ഇതാ പരിത്യാഗപ്രവൃത്തി ചെയ്ത്, നീ പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്ത് അതിനെ വിശുദ്ധീകരിക്കുക, എന്നിട്ട് ചുംബിക്കുക. നീ സ്നേഹം കൊടുത്ത് അതിനെ പുണ്യമുള്ളതാക്കി മാറ്റുക. ഇതാണ് കാലുകഴുകലിൻ്റെ ആത്മീയത. മറ്റൊരാളുടെ കുറവിനെ നീ പ്രാർത്ഥനയുടെ വിഷയമാക്കുക. മറ്റൊരാളുടെ കുറവിനെ നീ നിൻ്റെ കണ്ണുനീര് കൊണ്ട്, പ്രാർത്ഥനയുടെ കണ്ണുനീര് കൊണ്ട്, നീ നിൻ്റെ പരിത്യാഗപ്രവൃത്തികൾ കൊണ്ട് വിശുദ്ധീകരിക്കുക. മറ്റൊരാളുടെ കുറവിനെ സ്നേഹത്തിൻ്റെ ചുംബനം കൊടുത്ത്, സ്നേഹം കൊടുത്ത് നീ നന്മയാക്കി മാറ്റുക. അവിടെയാണ് യേശു രൂപപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്ന് സുന്ദരമായ ഓർമ്മപ്പെടുത്തലുകൾ അവൻ നമുക്ക് തരികയാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്ക് കുർബാന, ഇതാ പൗരോഹിത്യം, ഇതാ ഈ കാലുകഴുകൽ, ആ കാലുകഴുകൽ അത് അനുദിന ജീവിതത്തിൽ ചെയ്യേണ്ടതാ. ഒരു പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ ധൂപക്കുറ്റിയുടെയും ആർഭാടങ്ങളുടെയും നടുവിൽ സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല. എൻ്റെ അനുദിന കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഈ കാലുകഴുകൽ. ആ കാലുകഴുകൽ സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: മറ്റൊരാളുടെ കുറവിനെ കൈകളിലെടുക്കുക, പ്രാർത്ഥനയുടെ കൈകളിലെടുക്കുക, അതിനെ കണ്ണുനീരും
പരിത്യാഗവും വഴി വിശുദ്ധീകരിക്കുക. അതിൻ്റെ മേൽ സ്നേഹം കൊടുത്ത്, ചുംബനം, സ്നേഹത്തിൻ്റെ അടയാളം, സ്നേഹം കൊടുത്ത് അതിനെ പുണ്യമാക്കി മാറ്റുക. അതാണ് പെസഹ. അതിനാൽ നമുക്ക് ഈ പെസഹായുടെ കൃപ നമ്മിൽ കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. 34-ാമത്തെ വചനം: ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. എന്ന് വെച്ചാൽ 34-ും 35-ൻ്റെ ആദ്യത്തെ വചനവുമാണ്. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തിലേക്ക് വരാം. ഒരിക്കൽ കൂടി പെസഹായുടെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും അനുഗ്രഹവും ഈ മണിക്കൂറിലുണ്ടാകട്ടെ. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ കൃപയായി ഈ അഭിഷേകം നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോ അണയും നിമിഷമിതാ. തിരുഭോജ്യമായി സക്രാരിയിൽ നാഥൻ അണയും സമയമിതാ. തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോ അണയും നിമിഷമിതാ. തിരുഭോജ്യമാ സക്രാരിയിൽ നാഥൻ അണയും സമയമിതാ. മനസ്സിൻ്റെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയും നീതാ. കരുണ തുളുമ്പുമീ അൾത്താര തന്നിലായി ഈശോ എഴുന്നള്ളുന്നു. ഓ എൻ യേശുവേ, ഓ എൻ ജീവനെ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാനെത്ര ഭാഗ്യവാൻ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനെ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാനെത്ര ഭാഗ്യവാൻ. തിരുവോസ്തിയായി ബലിവേദിയിൽ ഈശോ അണയും നിമിഷമിതാ. തിരുഭോജ്യമായി സക്രാരിയിൽ നാഥൻ അണയും സമയമിതാ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനെ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാനെത്ര ഭാഗ്യവാൻ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനെ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാനെത്ര ഭാഗ്യവാൻ. ഈശോയേ, ഹല്ലേലൂയ, ആരാധന ആരാധന യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. ഓ എൻ യേശുവേ, ഓ എൻ ജീവനെ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാനെത്ര ഭാഗ്യവാൻ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനെ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാനെത്ര ഭാഗ്യവാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ദിവ്യകാരുണ്യം സ്ഥാപിച്ച ദിവസം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇതിനേക്കാൾ ദൈവത്തിന് ലോകത്തിൽ ചെയ്യാൻ ഒരത്ഭുതമില്ല. ഏറ്റവും വലിയ അത്ഭുതം ദൈവം മനുഷ്യൻ്റെ കയ്യിൽ, ദൈവം മനുഷ്യൻ്റെ നാവിൽ ഏറ്റവും വലിയ അത്ഭുതത്തിൻ്റെ മുമ്പിലാണ്. ഏറ്റവും വലിയ അത്ഭുതം ആണ് വിശുദ്ധ കുർബാന. 5 അപ്പം വർദ്ധിപ്പിക്കുവാൻ 5000 പേരെ 5 അപ്പം കൊണ്ട് തീറ്റിപ്പോറ്റുവാൻ ഒരൊറ്റ സെക്കൻഡ് മാത്രം എടുത്തവൻ, കൽഭരണികളിൽ വെള്ളം വീഞ്ഞാക്കാൻ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞവൻ, മരിച്ചുപോയ ലാസറിനെ 4 ദിവസത്തിനപ്പുറം ഉയർപ്പിക്കുവാൻ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞവൻ, അതിനെല്ലാം ഒരൊറ്റ നിമിഷം മതിയായിരുന്നു. എന്നാൽ വിശുദ്ധ കുർബാനയാകാൻ അവൻ മനുഷ്യനായി. ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ വേദന അവൻ സഹിച്ചു, കുരിശു വഹിച്ചു, അവസാനം തുള്ളി രക്തം വരെ ചിന്തി. എല്ലാം ദിവ്യകാരുണ്യമെന്ന അത്ഭുതമാകാനാണ്. നമുക്ക് നന്ദി പറയാം. വചനം വായിക്കുന്നുണ്ട് നമ്മൾ. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. ലോകത്തിൽ തനിക്കുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇനി ഇതിനേക്കാൾ അപ്പുറത്തൊരാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഇതിനേക്കാൾ അപ്പുറത്തൊരു ദൈവത്തിന് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റില്ല. ഈ ലോകത്തിൽ ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു ദൈവത്തിനും മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റില്ല. ഇത് ഒരു ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും അവസാന വാക്കാണ്. ഇതിനപ്പുറത്ത് മറ്റൊരു ദൈവത്തിന് ഇനി സ്നേഹിക്കാൻ പറ്റില്ല. ഇനി ഒരു ദൈവത്തിന് ഇനി സ്നേഹത്തിന് ഇതിനേക്കാൾ അപ്പുറത്തൊന്നും ചെയ്യാനില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് ദിവ്യകാരുണ്യം. 3 കാര്യങ്ങളാണ് ഈശോ പഠിപ്പിക്കുന്നത്. 1, നമ്മൾ ധ്യാനിച്ചു, ഇതാ പെസഹ വേളയാണ്, ഭക്ഷണവേളയാണ് യേശു തിരഞ്ഞെടുത്തത്. ഇതാ പെസഹ വേളയിൽ അവൻ അപ്പം മുറിച്ചു. നാളെ കാൽവരിയിൽ പൂർത്തിയാകേണ്ട സ്വയം മുറിച്ചു നൽകേണ്ടതിൻ്റെ ഓർമ്മ അവൻ അപ്പം മുറിച്ചു. പഴയ നിയമത്തിൽ ഇതാ കുഞ്ഞാടിനെ ബലിയാകുന്നു, കുഞ്ഞാടിനെ മുറിക്കുന്നു. ഇതാ പെസഹ ഭക്ഷണം അവൻ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഈശോ പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യ്, അപ്പോൾ ഞാനുണ്ടാകും. യേശു പറഞ്ഞതാണ് ഇത് ചെയ്യാൻ. അതിനാൽ നമുക്ക് വിശുദ്ധ കുർബാന നൽകി. വിശുദ്ധ കുർബാന യേശു സ്ഥാപിച്ചു. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ കുർബാന ബലിയാകുന്നത് കാൽവരിയിലാണ്. നിസാൻ മാസം 14-ാം തീയതി വൈകുന്നേരം അല്ലെങ്കിൽ 15-ാം തീയതിയുടെ ആദ്യ മണിക്കൂറിൽ പെസഹ ഭക്ഷിച്ച് 15-ാം തീയതിയുടെ അവസാന മണിക്കൂറിൽ ഇതാ കുഞ്ഞാട് മുറിയപ്പെടുമ്പോൾ യേശു ഓർമ്മിപ്പിക്കുകയാണ്, ഞാനാണ് മുറിയപ്പെടാനുള്ള കുഞ്ഞാട്. നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമുക്ക് നന്ദി പറയാം ഈ വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന്. 2, നമുക്കെന്നും ആശീർവാദത്തിൻ്റെ കരമാകാൻ പൗരോഹിത്യം സ്ഥാപിക്കുകയാണ്. കാരണം ഇതാ പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്,
നിങ്ങളോട് കൂടെ എന്നുമായിരിക്കുവാൻ പൗരോഹിത്യം ഈശോ നൽകുകയാണ്. യേശുവിൻ്റെ നമുക്ക് അനുഭവിക്കുവാൻ. പത്രോസിൻ്റെ കാല് കഴുകുവാൻ വരുമ്പോൾ പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകരുത്. ഈശോ പറഞ്ഞു, പത്രോസെ, ഞാൻ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം പങ്കില്ല. പുരോഹിതന് ഈ ഭൂമിയിൽ അവകാശമുണ്ടാകരുത്, അവൻ്റെ അവകാശം ഞാൻ തന്നെയാണ് എന്ന് നിയമാവർത്തനത്തിൽ കർത്താവ് പറയുന്നു. നിയമാവർത്തനം 18:1. അപ്പോൾ യേശു എന്താ പറയുന്നത്? കർത്താവായ ഞാനാണ് നീ എന്ന പുരോഹിതൻ്റെ അവകാശം. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം അവകാശമില്ല. യു ഹാവ് നോ റൈറ്റ് ഇൻ മൈ പ്രീസ്റ്റ്ഹുഡ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പ്രിയപ്പെട്ടവരെ 12-ാം അധ്യായത്തിൽ എല്ലാ കുടുംബത്തിലെയും തലവനായിരുന്നു പെസഹായുടെ മുഖ്യ വ്യക്തി. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ദേവാലയത്തിലേക്ക് വന്നപ്പോൾ അത് ലേവി ഗോത്രത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറി. ഇതാ പൗരോഹിത്യത്തെ സ്ഥാപിക്കുകയാണ്. അതിനാൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം യേശു പൗരോഹിത്യം നമുക്ക് നൽകി. എന്നിട്ട് ഈശോ പറയുകയാണ്, ഗുരുവും ശിഷ്യനുമായ ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം കാല് കഴുകണം. 3 കാര്യങ്ങളാണ് ഈശോ പറയണത്. വിശുദ്ധ കുർബാന എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. നിങ്ങൾ പരസ്പരം കാല് കഴുകണം. കാല് കഴുകൽ എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? പത്രോസിൻ്റെ കാല് കഴുകുമ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെ കഴുകരുത്. അപ്പോൾ യേശു പറഞ്ഞു, നിനക്കെന്നോടൊപ്പം പങ്കില്ല. അത് പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്ന വചനമാണ്. കാരണം പുരോഹിതൻ്റെ പങ്ക് കർത്താവ് തന്നെയാണ്. യേശുവിൽ പങ്ക് എന്ന് പറയുമ്പോൾ ആ പൗരോഹിത്യത്തിൻ്റെ പങ്കാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പത്രോസ് പറയുക, എൻ്റെ കാല് മാത്രമല്ല, ശരീരം മുഴുവനും കഴുകണം. അപ്പോൾ ഈശോ പറഞ്ഞു, ഓൾറെഡി നിൻ്റെ കുളി കഴിഞ്ഞതാണ്. അത് ഓർമ്മിപ്പിക്കുന്നത്, അവിടെ കുളി എന്നതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നത് മാമോദിസയാണ്. നിൻ്റെ കുളി കഴിഞ്ഞതാണ്. ഇനി കാല് മാത്രമാണ് കഴുകിയാൽ മതി. കാല് കഴുകുക എന്നത്, അല്ലെങ്കിൽ ഇനി കാലിൽ മാത്രമാണ് അശുദ്ധി എന്ന് വെച്ചാൽ മാമോദിസ കഴിഞ്ഞു. ഇനി നിനക്ക് അശുദ്ധി ഉണ്ടാകുമ്പോൾ പിന്നെ മാമോദിസ വേണ്ട, പിന്നെ കുളി വേണ്ട, പിന്നെ ഈ കഴുകൽ മതി. അതാണ് കുമ്പസാരം. ഇതാ എത്ര ഭംഗിയായിട്ടാണ് യേശു നമ്മളെ രക്ഷാകര ദൗത്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈശോ മൂന്നാമത്തെ കാര്യം പറഞ്ഞു. ഈശോ പറഞ്ഞു, ഞാൻ ഒരു കൽപ്പന തരുന്നു, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. 3 കാര്യങ്ങളാണ് വിശുദ്ധ കുർബാന എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഞാൻ ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ കാല് കഴുകി, നിങ്ങൾ കാല് കഴുകണം. ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. മുറിയപ്പെട്ടുകൊണ്ട്, ബലിയായിക്കൊണ്ട്. യേശുവേ, ഈ നല്ല അനുഗ്രഹത്തിൻ്റെ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ദിവ്യകാരുണ്യം നൽകിയതിനോർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപാട് വൈദികരെ നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ ഇടവകയിൽ വൈദികരായിരുന്നവർ, നമ്മുടെ കുടുംബത്തിൽ വൈദികരായിരുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വൈദികരെയും ഈ നിമിഷം ഓർക്കുക. ആ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വൈദികര് നമുക്ക് യേശു നൽകിയതാണ്. പൗരോഹിത്യം അത് നമുക്ക് നൽകിയതാണ്. അത് ദൈവജനത്തിന് കൊടുത്തതാണ്. വചനം പറയുന്നു, അവൻ പോകാനിരുന്ന ഇടങ്ങളിലേക്ക് അവൻ അവരെ അയച്ചു. യേശു തൊടേണ്ട, യേശു ആശീർവദിക്കേണ്ട, യേശു പാപമോചനം നൽകേണ്ട, യേശു വെഞ്ചരിക്കേണ്ട ആ വീട് വെഞ്ചരിക്കാൻ, യേശു ആശീർവദിക്കേണ്ട വിവാഹം ആശീർവദിക്കാൻ, യേശു പാപമോചനം നൽകേണ്ട, യേശു കൈകാര്യം ചെയ്യേണ്ട കുമ്പസാരം നടത്താൻ യേശു പുരോഹിതനെ നിശ്ചയിച്ചു. അവൻ പോകാനിരുന്ന ഇടങ്ങളിലേക്ക് അവൻ അവരെ അയച്ചു. നമുക്ക് പൗരോഹിത്യത്തോട് നന്ദി പറയാം. പുരോഹിതർക്ക് വേണ്ടി എല്ലാ പുരോഹിതരെയും ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് വരെ വിശുദ്ധ കുർബാനയോട് കാണിച്ച അവഗണനയ്ക്ക് മാപ്പ് ചോദിക്കുക. എല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് വരെ കുർബാനയ്ക്ക് എതിരായിട്ട് ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുക. പ്രത്യേകിച്ച് ഈ പെസഹായ്ക്ക് നമ്മുടെ കുടുംബം പെസഹാപ്പം മുറിക്കുമ്പോഴും, ഈ പെസഹായ്ക്ക് നമ്മുടെ കുടുംബം പെസഹാചരണത്തിൽ പങ്കെടുക്കുമ്പോഴും, ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോഴും കുർബാനയുടെ അഭിഷേകം, പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈ വിശുദ്ധ കുർബാനയുടെ, ഈ പെസഹായുടെ കൃപ നമ്മിൽ ഓരോരുത്തരിലും നിറയട്ടെ. യേശുവേ, ഈ പെസഹായുടെ എല്ലാ കൃപയും
അനുഗ്രഹവും എന്തെല്ലാം കൃപകളിലേക്ക്, എന്തെല്ലാം സ്നേഹത്തിലേക്ക്, എന്തെല്ലാം അനുഗ്രഹങ്ങളിലേക്ക് ഞങ്ങൾ വരണമെന്ന് അങ്ങ് ആഗ്രഹിച്ചുവോ അതെല്ലാം ഈ നിമിഷം നിറയുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈശോയേ അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാ യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ്. യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ യേശു ചെയ്ത പ്രവൃത്തി, അവൻ മാറ്റി മേലങ്കി, അരയിൽ ഒരു തുണി ചുറ്റി, ഒരു യഹൂദ അടിമയുടെ വേഷം, നിലത്ത് അവനിരുന്നു. അവൻ ചെറുതാവുകയാണ്. യേശു പഠിപ്പിക്കുക, നീ ആയിരിക്കുന്നിടങ്ങളിൽ ചെറുതാവുക. ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, തങ്ങളിൽ ആരാണ് വലിയവൻ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് യേശു പെസഹായ്ക്ക് കരുതി വയ്ക്കുന്നത്. ആരാണ് വലിയവൻ? ആരാണ് വലിയവൻ? എന്നിട്ട് ഈശോ പറയുക, നിങ്ങളുടെ ഗുരു, നിങ്ങളുടെ നാഥൻ ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ പറഞ്ഞു കൊടുക്കുകയല്ല, മറിച്ച് അവർക്കിടയിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു, തങ്ങളിൽ ആരാണ് വലിയവൻ. എന്നാൽ യേശു ചെറുതാവുകയാണ്, അങ്ങേയറ്റം ചെറുതായി അവൻ കാണിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇത് സ്വീകരിക്കണം. അതാണ് ഈശോ പറഞ്ഞത്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ എളിമയുടെ മനോഭാവം സ്വീകരിക്കണം. 2, മറ്റൊരാളുടെ കുറവ്, അവൻ്റെ കാലിലാണ് കുറവ്, അവൻ്റെ കാലിലാണ് ഈ ലോകത്തിൻ്റെ ചെളി പറ്റിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഒപ്പം നിൽക്കുന്നവരിൽ, എൻ്റെ ഇടവകയിൽ ചില വ്യക്തികളുടെ കുറവ് ഞാൻ കാണാറുണ്ട്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ഒരു സമർപ്പിത എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അടുത്ത് നിൽക്കുന്നവരുടെ കുറവ് കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കുറവിനെ യേശു ശിഷ്യന്മാരുടെ കാലിലെ ചെളി കണ്ടപ്പോൾ യേശു ആ കാലിനെ കരങ്ങളിലെടുത്തു. ദാറ്റ് മീൻസ് നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുറവുകളെ പ്രാർത്ഥനയുടെ കരങ്ങളിലെടുക്കണം. നമ്മൾ പ്രാർത്ഥനയുടെ കരങ്ങളിലെടുക്കണം. നമ്മൾ ആ കുറവുകൾ പ്രാർത്ഥനയുടെ കരങ്ങളിൽ ഉയർത്തണം. 2 യേശു ചെയ്ത കാര്യം ഇതാണ്. 2 യേശു അത് കഴുകി, എന്ന് വെച്ചാൽ അത് വിശുദ്ധീകരിച്ചു. ആ കുറവിനെ വിശുദ്ധീകരിച്ചു. നമുക്ക് ഓരോരുത്തർക്കും ദൗത്യമുണ്ട്, നമ്മുടെ കൂടെയുള്ളവരുടെ, ഒപ്പമുള്ളവരുടെ കുറവിനെ വിശുദ്ധീകരിക്കാൻ. ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ ഭർത്താവിൻ്റെ കുറവിനെ വിശുദ്ധീകരിക്കാൻ ഞാൻ എന്തു ചെയ്യുന്നു? യേശു മുട്ടുകുത്തി, യേശു കഴുകി, യേശു അതിനു വേണ്ടി ബലിയായി. യേശു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഹി പ്യൂരിഫൈഡ് ഹിംസെൽഫ്. യേശുവിനെ തന്നെ വിശുദ്ധീകരിച്ചു. എൻ്റെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടാൻ, എൻ്റെ ജീവിത പങ്കാളി വിശുദ്ധീകരിക്കപ്പെടാൻ, എൻ്റെ ഇടവക വിശുദ്ധീകരിക്കപ്പെടാൻ ഞാൻ എന്നെ വിശുദ്ധീകരിക്കുന്നുണ്ടോ? ഞാൻ കഴുകുന്നുണ്ടോ? എങ്ങനെയാണ് ഞാൻ കഴുകേണ്ടത്? എൻ്റെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ വഴി, എൻ്റെ പരിത്യാഗ പ്രവൃത്തികൾ വഴി എന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ളവരുടെ കുറവ് കഴുകുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അടുത്തത് 3 യേശു ചെയ്തത്, ആ കുറവുള്ള കാലിൽ യേശു ചെയ്തത് 3, അതിൽ യേശു ചുംബിച്ചു. 3 യേശു അതിൽ ചുംബിക്കുന്നു. ദാറ്റ് ഈസ് എ സൈൻ ഓഫ് ലവ്. അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. എന്ന് വെച്ചാൽ യേശു ചുംബിച്ചത് നെറ്റിയിലോ കയ്യിലോ ഒന്നുമല്ല, യേശു ചുംബിച്ചത് അവൻ്റെ കാലിലാണ്. എന്ന് വെച്ചാൽ മറ്റൊരാളുടെ നന്മയിൽ മാത്രമല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, അവൻ്റെ കുറവുകളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ
പെസഹ. മറ്റൊരാളുടെ കുറവുകൾക്ക് വേണ്ടി ബലിയാകാൻ പഠിപ്പിക്കുന്ന ഇടമാണ് പെസഹ. അവൻ്റെ നെറ്റിയിലല്ല ചുംബിക്കുന്നത് പെസഹായിൽ, അവൻ്റെ കയ്യിലല്ല ചുംബിക്കുന്നത്, അവൻ്റെ നെറ്റിയോ കയ്യോ അല്ല കഴുകുന്നത്, അവൻ്റെ കാല്. അവൻ്റെ കാലിലാണ് ആ ചുണ്ട് അമരുന്നത്. അവൻ്റെ ഏറ്റവും വലിയ കുറവിൽ ഏറ്റവും വലിയ സ്നേഹം. ഇത് പറഞ്ഞു ഈശോ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യേ. ഇത് ചെയ്യും നീ. നിന്റെ അടുത്തുള്ളവനെ നീ പ്രാർത്ഥനയിൽ, അവൻ്റെ കുറവുകളെ നീ പ്രാർത്ഥനയുടെ കരങ്ങളിൽ ഉയർത്ത്. ഇതാ യേശു നിലത്തിരുന്നു. യേശു ശിഷ്യന്മാരുടെ കാല് കരങ്ങളിലെടുത്തു. യേശുവിൻ്റെ കരങ്ങളിലാണ്, യേശുവിൻ്റെ കരങ്ങൾ, ആ കരങ്ങളിലാണ് യേശു ശിഷ്യന്മാരുടെ കാലെടുത്തത്. ദൈവകരങ്ങളിൽ മനുഷ്യൻ്റെ കാല്, ദൈവകരങ്ങളിൽ മനുഷ്യൻ്റെ കുറവ്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുറവുകൾ ദൈവകരങ്ങളിൽ, പ്രാർത്ഥനയുടെ കരങ്ങളിൽ കൊടുത്ത് നമ്മൾ നിൽക്കണം. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്, അതാണ് പെസഹ പഠിപ്പിക്കുന്നത്. 2, ഐ ഷുഡ് വാഷ്. ഞാൻ അത് കഴുകണം. ഞാൻ എങ്ങനെ കഴുകണം? ഞാൻ എങ്ങനെയാണ് കഴുകേണ്ടത്? എങ്ങനെയാണ് ഈശോ ഈ മനുഷ്യൻ്റെ പാപം കഴുകിയത്, മനുഷ്യൻ്റെ കുറവ് കഴുകിയത്? അത് യേശു കഴുകിയത് ബൈ ഹിസ് ബ്ലഡ്. അവൻ്റെ രക്തത്താലാണ് കഴുകിയത്. അവൻ്റെ രക്തത്താലാണ് കഴുകിയത്. എൻ്റെ പരിത്യാഗം, എൻ്റെ ത്യാഗം, എൻ്റെ അനുതാപം, എൻ്റെ വിശുദ്ധീകരണം വഴി ഞാൻ കഴുകണം. 3, ഞാൻ സ്നേഹം കൊടുക്കണം. അതെ, ഈശോ അതാ പറഞ്ഞത്, ഞാനൊരു കൽപ്പന തരുന്നു, നിങ്ങൾ സ്നേഹിക്കണം. ഇതെല്ലാം അവിടെ ഒരുമിപ്പിക്കുകയാണ്. യേശുവേ, യേശുവേ, ഈ കൃപയുടെ അഭിഷേകം എന്നിൽ കൊണ്ടുവരണേ. ഈ പെസഹായിൽ ഈ കൃപയുടെ അഭിഷേകം എന്നിൽ കൊണ്ടുവരണേ. പ്രാർത്ഥിക്കാം നമുക്ക്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനായി മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനായി മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താധി കർത്താവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താധി കർത്താവായി. ഒരു നിമിഷം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. യുഗാന്ത്യം വരെ കൂടെ ആയിരിക്കുവാൻ, എന്നും നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കുവാൻ അവിടുന്ന് ദിവ്യകാരുണ്യം തരികയാണ്. യേശുവേ, എന്നും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് നിൽക്കുവാൻ കൃപ തരണേ. എൻ്റെ കുടുംബത്തെ യേശുവെ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുക. ഇന്ന് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, യേശുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ കുർബാനയിൽ യേശു നമുക്കായി കരുതി വയ്ക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഞാനുണ്ട് കൂടെ. പെസഹ നമ്മളോട് പറയുന്നതാ. നമുക്ക് നന്ദി പറയാം. എല്ലാ പുരോഹിതരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ പുരോഹിതരെയും, നല്ല പൗരോഹിത്യ ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പുരോഹിതരുടെ തെറ്റുകൾക്ക് നമുക്ക് മാപ്പ് ചോദിക്കാം. നമുക്കെല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കോ പ്രവൃത്തികളോ
പുരോഹിതരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയോട് മാപ്പ് ചോദിക്കാം. എല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുക. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൻ്റെ കുടുംബമായിട്ട് എൻ്റെ കുടുംബം മാറുവാൻ സ്നേഹിക്കാനുള്ള വിളി തരണേ. പ്രാർത്ഥിക്കേ. സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. സ്നേഹിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മൾ ധ്യാനിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈ വചന അഭിഷേകമായിട്ട് മാറട്ടെ. പുതിയൊരു കൽപ്പന നൽകുക. ഞാൻ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ. യേശുവേ, ഈ സ്നേഹത്തിൽ ഞങ്ങൾ വളർത്തണമേ. സ്നേഹം കൊടുക്കുന്ന, സ്നേഹത്തിൽ വളരുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണേ. പ്രാർത്ഥിക്കാം. പെസഹ വ്യാഴത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നമ്മളിലേക്ക് ഒഴുകട്ടെ. നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ഉയർത്തി നമുക്ക് കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ റുഹായേ ഹല്ലേലൂയ. സ്നേഹമായി ശക്തിയായി അവിടും നിന്നിൽ നിറയണമേ. സ്നേഹമായി ശക്തിയായി അവിടും നിന്നിൽ നിറയണമേ. സ്നേഹമായി ശക്തിയായി അവിടും നിന്നിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി എന്നെന്നും നമ്മോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം യോഹന്നാൻ 13:34-35. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ.